ഹലോ ഗായ്സ്, ഞങ്ങൾ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നറിയോ? കഷായ ആശുപത്രി പോകാൻ വേണ്ടി. ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, നമുക്കിവിടെ ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ചമ്മലാണ്, അതാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരു ഹായ് പറയുമ്പോൾ ഓഡിയൻസിനോട് ഹായ് പറ. ഹായ് 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 ഹായ്. ഭയങ്കര ചമ്മലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ ട്രൈപ്പോഡൊക്കെ എടുത്ത് കൈ പിടിച്ച് വരുന്നതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഴയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വ്ളോഗിൽ ഇന്ന് കാണിക്കുന്നത്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്, സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ ചാർന്നിട്ട് കുട എനിക്കും കൂടെ പിടിക്കുമ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തലത്തേക്കാളുള്ള എണ്ണയും മരുന്നും സാധനങ്ങളൊക്കെ കിട്ടും അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കാണിച്ച് ചീട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണിച്ച് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അമ്മ ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അമ്മയ്ക്ക് സത്യത്തിൽ നല്ല ചമ്മലുണ്ട്. ഞാനിതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്, അതാണ് കാര്യം. ആരും ഒന്നും വിചാരിക്കരുത്. ഓക്കെ, വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീടിന്. ഇതാണ് കേട്ടോ നമ്മുടെ കഷായ ആശുപത്രിയിലേക്ക് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വഴിയൊക്കെ. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഫുൾ കാപ്പിത്തോട്ടങ്ങളായിരിക്കും കേട്ടോ, എല്ലാവരുടെ വീടിനോട് ചേർന്നു കാപ്പിത്തോട്ടങ്ങളാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാപ്പിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ വയനാടൻ പശ്ചാത്തലം, നമ്മുടെ മെച്ചന ഭാഗമാണ്. മെച്ചനയിലാണ് കേട്ടോ വീട്. എല്ലാവരും ലൈവൊക്കെ ഇടുമ്പോൾ വീടൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ വീടും പ്രദേശങ്ങളൊക്കെ. എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, കവറിൽ എടുത്ത് വെക്കി, ഫോൺ എടുത്ത് വെക്കുന്നത്. നമുക്ക് എന്തോ ചമ്മൽ പോലെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള, എന്നോട് എല്ലാവരും പറയാറുണ്ട് ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മെച്ചനയിൽ ഇങ്ങനെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല കേട്ടോ. കാരണം വളരെ നല്ല മരുന്നാണ്. നമ്മളിപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് പനി വന്നാലും ജലദോഷം വന്നാലൊക്കെ നമ്മൾ അവിടെ പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ. പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലതാണ്, നല്ല മരുന്നാണ്. അതായത് എപ്പോഴും നമ്മൾ പറയും മുറ്റത്ത് മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അത് നമ്മുടെ അടുത്തുള്ളതിനെ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നല്ല മരുന്നാണ്. പനി വന്നാലും ജലദോഷം വന്നാലും ഞങ്ങൾ കൂടുതൽ ഇവിടെ തന്നെയാണ് കേട്ടോ കാണിക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എണ്ണയൊക്കെ, മുടി വളരാനൊക്കെ നല്ല എണ്ണയൊക്കെ കിട്ടും കേട്ടോ ഇവിടുന്ന്. പിന്നെ കർക്കിടക മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. നമ്മുടെ കഷായ ആശുപത്രി ഇത് കണ്ടോ, അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഭാരതീയ ചികിത്സ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി എന്നൊക്കെ. ഇതിപ്പോൾ എന്തോ മുകളിലേക്ക് പണി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഈ ഒരു സെറ്റപ്പിൽ ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഡോക്ടർ ഏതൊക്കെയോ ദിവസങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് ഗൈസ് ഡോക്ടർ ഇല്ല കേട്ടോ. ഇതാണ് ഹോസ്പിറ്റലും. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അതായത് ഹരിതകർമ്മസേനയുടെ കീഴിൽ ചെയ്തിട്ടുള്ളതാണിത്. വേസ്റ്റും കാര്യങ്ങളൊന്നും ആരും ഇങ്ങനെ പുറമേക്കൊന്നും ഇടില്ല. അതിപ്പോൾ എല്ലാവരുടെയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകും. എന്താണെങ്കിലും ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഗൈസ്, വെറുതെ ഇവിടം വരെ വന്നു എന്നായി. സാരമില്ല, നാളെ ഉണ്ടാവും. അപ്പോൾ നാളെ വന്ന് മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഉണ്ട്. അരിഷ്ടമൊക്കെ ബ്ലഡ് കുറവായിരുന്നു, അപ്പോൾ ബ്ലഡ് വയ്ക്കാനുള്ള മരുന്നും അരിഷ്ടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഇച്ചിരി കൂടി ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിലും മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മരുന്ന് കിട്ടിയില്ല. അപ്പോൾ നാളെ എന്താണെങ്കിലും വന്ന് മരുന്ന് മേടിക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മഴ കണ്ടില്ലേ, ചാറ്റലുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് മഴ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന്. മഴ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈവിൽ വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടീനെ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനോടൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹോം ടൂർ എന്താണെങ്കിലും ചെയ്യും. ഈ മഴ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ടാവണ്ടേ വീട്ടിലേട്ടനാണെന്നുണ്ടെങ്കിൽ ലീവിൽ. ഇനിയിപ്പോൾ ഓണം കൂടെ ആയതുകൊണ്ട് ഒട്ടും തന്നെ ലീവ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, സീ യു.